പ്രധാന വാർത്തകൾ. കഠിനാധ്വാനത്തിന്റെ സമ്പാദ്യം വഴിയാധാരമായില്ല. കൃഷ്ണകുമാറിന്റെ സത്യസന്ധതയിൽ സന്തോഷിന് തിരികെ ലഭിച്ചത് 1,00,000-ലധികം രൂപ. നെയ്യാറ്റിൻകര. അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടുപോയ തന്റെ വലിയൊരു തുക തിരികെ ലഭിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്ന സന്തോഷിന്, വെൺപകൽ സ്വദേശി കൃഷ്ണകുമാർ ഒരു ദൈവത്തെപ്പോലെയാണ് അവതരിച്ചത്. വഴിയിൽ വീണുകിട്ടിയ 58,000 രൂപയും രേഖകളും കൃത്യമായി ഉടമസ്ഥന്റെ കൈകളിൽ എത്തിച്ച് കൃഷ്ണകുമാർ മാതൃകയായി. ഇന്ന് രാവിലെ ശാസ്താംതല കവളാകുളം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് കൃഷ്ണകുമാറിന്റെ ശ്രദ്ധയിൽ റോഡരികിൽ കിടന്ന ബാഗ് പെടുന്നത്. തുറന്നു പരിശോധിച്ചപ്പോൾ കണ്ടത് കെട്ടുകളായി സൂക്ഷിച്ചിരുന്ന 58,000 രൂപയും വാഹനത്തിന്റെ RC ബുക്കുമാണ്. ഒരു നിമിഷം പോലും വൈകാതെ അദ്ദേഹം പണവുമായി നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ എത്തി വിവരം അറിയിച്ചു. ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ. തന്റെ ബാഗ് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് പോലും അറിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കവളാകുളം സ്വദേശിയും SSS സ്റ്റോർ ഉടമയുമായ സന്തോഷ്. പണം തിരികെ കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സന്തോഷിനെ തേടി പോലീസിന്റെ വിളിയെത്തിയപ്പോൾ അത് വിശ്വസിക്കാനായില്ല. ബാഗിലുണ്ടായിരുന്ന ഡയറിയിൽ നിന്നാണ് ഉടമയെ കണ്ടെത്താനുള്ള വഴി തെളിഞ്ഞത്. ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു തുക തിരികെ ലഭിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് വികാരാധീനനായി അദ്ദേഹം പറഞ്ഞു. പണം തിരികെ ലഭിച്ചപ്പോൾ കൃഷ്ണകുമാറിന്റെ കൈകൾ ചേർത്തുപിടിച്ചുകൊണ്ട് സന്തോഷ് തന്റെ നന്ദി അറിയിച്ചു. സ്വന്തം പണം നഷ്ടപ്പെട്ടാലുള്ള വേദന ഉൾക്കൊള്ളാൻ കൃഷ്ണകുമാർ കാണിച്ച ആ മനസ്സിനെ അദ്ദേഹം വാനോളം പുകഴ്ത്തി. ഒരായുസ്സിന്റെ അധ്വാനം വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല എന്നത് ഒരു അത്ഭുതമായിട്ടാണ് സന്തോഷ് വിശേഷിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈമാറി. നെയ്യാറ്റിൻകര നഗരസഭ വൈസ് ചെയർമാൻ AK ഷിബു, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുക സന്തോഷിന് കൈമാറി. കൃഷ്ണകുമാറിനെപ്പോലെയുള്ള സത്യസന്ധരായ മനുഷ്യരാണ് സമൂഹത്തിന് വെളിച്ചമെന്ന് വൈസ് ചെയർമാൻ പറഞ്ഞു. നെയ്യാറ്റിൻകര പോലീസും കൃഷ്ണകുമാറിന്റെ ഈ ഉദാത്തമായ പ്രവൃത്തിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു.